നമസ്കാരം. പ്രേംസ് അസ്ട്രോ ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. നമ്മൾ ഇന്ന് നോക്കുന്നത് വേദമാതാവായ അല്ലെങ്കിൽ മന്ത്രമാതാവായ ഗായത്രി മന്ത്രത്തിന്റെ സ്വരൂപം എന്ത് എന്നുള്ളതാണ്. അപ്പോ ഗരുഡ പുരാണത്തിൽ ഇതിനെ പറയുന്നത് ബുദ്ധിമാന്മാർ ഗായത്രിയുടെ സ്വരൂപത്തെ അറിഞ്ഞു പ്രാർത്ഥിക്കും എന്നാണ്. അപ്പോ ഇതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ചുവപ്പും വെളുപ്പും കറുപ്പും വർണ്ണത്തോടെ ധ്യാനിക്കണമെന്നാണ്. ഭക്തിപൂർവം ഈ മന്ത്രം ജപിക്കണം എന്നാണ്. അപ്പോ ഇതിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ചുവപ്പും വെളുപ്പും കറുപ്പുമാണ്. കൂടാതെ സൂര്യഭഗവാന്റെ പ്രകാശ സ്വരൂപമായ സവിതാവാണ് ഈ മന്ത്രത്തിന്റെ അധിഷ്ഠാതാവ്. അപ്പോ ഇത് അറിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് സുനിശ്ചിതമാണ് എന്നതിൽ സംശയമില്ല. ഈ മന്ത്രം ജപിക്കേണ്ടത് കിഴക്കോട്ട് നോക്കി നിന്നാണ് ജപിക്കേണ്ടത്. മിനിമം 1000 തവണ ജപിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ അതിന് കഴിയില്ലെങ്കിൽ 108 തവണയെങ്കിലും ജപിക്കണം. അതിനും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ദിവസവും 10 പ്രാവശ്യമെങ്കിലും ജപിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗായത്രി മന്ത്രത്തിൻ്റെയും അതിൻ്റെ ഭാഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ വിവിധ പണ്ഡിതന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചെറിയൊരു അറിവാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.